ഇപ്പോൾ ഈ സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമറിൽ സെൻട്രൽ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മുടെ ഇതിപ്പോൾ 2 ആംപിയർ ആണ് ട്രാൻസ്ഫോമർ. ഞാനതുകൊണ്ട് 3 ആംപിയറിന്റെ 2 ഡയോഡ് എടുക്കുന്നു. അതിൻ്റെ ഈ നെഗറ്റീവ് സൈഡ്, അതായത് ഈ ലൈൻ ഉള്ള സൈഡ് നമ്മൾ 2 ഡയോഡുകളും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നു. ഇനി ഇത് നമ്മൾ ഇങ്ങനെ സോൾഡർ ചെയ്യും ഒരുമിച്ച്. ഇതുപോലെ സോൾഡർ ചെയ്യണം. ഇതുപോലെ നമ്മൾ സോൾഡർ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ട്രാൻസ്ഫോമർ സോൾഡർ ചെയ്യണം. അപ്പോൾ ഈ 2 വയറാണ് ഈ ഡയോഡിനകത്ത് നമ്മൾ സോൾഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് കരുതി പ്രശ്നമില്ല, പക്ഷേ ഈ സെൻട്രൽ ടാപ്പ് മാറാൻ പാടില്ല. അപ്പോൾ നമുക്കിത് സോൾഡർ ചെയ്യാം. ട്രാൻസ്ഫോമറിന്റെ ഈ 2 വയറുകളും നമ്മൾ ഇതുപോലെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫിൽറ്ററിന്റെ പോസിറ്റീവ് നമ്മൾ ഇവിടെ ഈ 2 ഡയോഡുകൾ ചേരുന്ന സ്ഥലത്ത് സോൾഡർ ചെയ്യണം. പോസിറ്റീവ് അവിടെ സോൾഡർ ചെയ്തു. അടുത്ത ഈ സെൻട്രൽ ടാപ്പാണ് നെഗറ്റീവില് സോൾഡർ ചെയ്യുന്നത്. കപ്പാസിറ്ററിന്റെ നെഗറ്റീവില് നമ്മൾ സെൻട്രൽ ടാപ്പ് സോൾഡർ ചെയ്യുന്നു. ഓക്കെ, ഇത്രയാണ് 12 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്കിത് ഓൺ ചെയ്ത് നമ്മുടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നെഗറ്റീവ് സൈഡിൽ പ്രോബ് വെച്ചു, പോസിറ്റീവ് സൈഡിലും 14.89.